ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാമത്തെ വാക്യം, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഈ നല്ല പ്രഭാതത്തിൽ നമ്മോട് ദൈവശബ്ദം ഇങ്ങനെ ഇടപെടുകയാണ്. വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ അവിശ്വാസത്തിൻ്റെ കണികകൾ നമ്മിൽ കടന്നു വന്ന് പലപ്പോഴും പ്രാർത്ഥനാ മണ്ഡലങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് ലഭിക്കാതിരിക്കുവാൻ തക്കവണ്ണം ശത്രുവായവൻ നമ്മുടെ ജീവിതത്തിന് മുമ്പാകെ ഒരുക്കുന്ന ചില കെണികളാണ്. അവയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃപയേറ്റെടുത്ത് ആഴങ്ങളിൽ ഒരു പടിയൂടെ കയറി വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവകൃപയുടെ ശ്രേഷ്ഠതയിൽ അത്ഭുതങ്ങൾ കാണുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ കർത്താവ് നമുക്ക് അവസരങ്ങളെ നൽകും. ആകയാൽ മടികൂടാതെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് വീണ്ടും നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ഈ നല്ല പ്രഭാതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഈ ജനത്തെ നിന്റെ ദാസൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പകൽ അനുഗ്രഹമാക്കി തീർക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.